ഇന്ന് മൊത്തത്തിൽ അവധിയായിരുന്നത് തന്നെ രാവിലെ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടി കിടന്നിട്ടുണ്ടായിരുന്നേ. മെഹ്റൂന് രാവിലെ മദ്രസ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് എക്സാം ആണ്. അപ്പോൾ അവൾ രാവിലെ വിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ ഒന്നും കൂടി കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എഴുന്നേറ്റിപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ചായ വയ്ക്കാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ രാവിലെ ഇക്കുവിന് പാൽച്ചായയും എനിക്കൊരു കട്ടൻ കാപ്പിയും വെക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മെഹ്റു വരും കേട്ടോ. അവൾ 8 മണിയൊക്കെ ആകുമ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 8 മണിയാകുമ്പോഴേക്കും എനിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടുവരാനായിട്ട്. എനിക്ക് ബ്രൂ ആണ് കേട്ടോ വയ്ക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ചായയൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും ബാപ്പിയും മോളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ച് അടിപൊളിയായിരുന്നു, എളുപ്പമായിരുന്നു മമ്മി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇക്കുനുള്ള ചായയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഞാനും ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. പിന്നെ അവർക്കും കൂടി ഞാൻ പാല് കാച്ചാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ പിന്നെ മെഹ്റു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ മാറിയിരിപ്പുണ്ട് കേട്ടോ. ടി വി കാണാനായിട്ട് ടി വിയൊക്കെ ഓണാക്കി നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അവിടെ വന്ന് ഒളിച്ച് നോക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ അവൾ മെഹ്റുവായിട്ട് ദീദിയായിട്ട് ടി വി കാണാനായിട്ട് ഇരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് അവർക്ക് പാലൊക്കെ കാച്ചി ആറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ആറിയപ്പോഴേക്കും അവർക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇന്നലെ ദോശയ്ക്കായിരുന്നു കേട്ടോ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വലിയ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് കേട്ടോ കൂടുതലും ലേറ്റ് ആയത്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ദോശ ഇടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇക്കുന് ദോശ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇക്കുന് ഗോതമ്പ് പുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇക്കുന് ഞാൻ ഗോതമ്പ് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് ഓർത്തിരുന്നത്. അങ്ങനെ പിന്നെ ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് 3 പേർക്ക് മാത്രം മതിയല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് മാത്രമേ ഞാൻ ചുട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ചമ്മന്തി അരയ്ക്കാനായിട്ട് എല്ലാം ചാറിലിട്ടപ്പോഴേക്കുമാണ് കറണ്ട് ഇല്ല എന്നുള്ള കാര്യം ഓർത്തത് കേട്ടോ. പിന്നെ ഞാനതവിടെ മാറ്റി വെച്ചിട്ട് ഇക്കുനുള്ള ഗോതമ്പ് പുട്ട് ഞാൻ അടുപ്പിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അത് വെച്ച് കഴിയുമ്പോഴേക്കും തന്നെ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അരച്ചെടുത്ത് അത് താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗോതമ്പുട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഴമായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതും താളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് പാത്രങ്ങൾ കഴുകാൻ കിടപ്പുണ്ട് കേട്ടോ, കുറച്ചധികം ഉണ്ട്. അപ്പം പിന്നെ അതെന്താണേലും ഇങ്ങനെ ഓരോന്ന് എടുക്കുമ്പോഴേയും വന്നുകൊണ്ടിരിക്കുമല്ലോ. പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുവാണേ. അപ്പോൾ മെഹ്റൂന് ഒത്തിരി ഇഷ്ടമായി. മെഹ്റു സൂപ്പറാണ് മമ്മി, അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിക്കൻ്റെ കാലൊക്കെ ഒലിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പാത്രം എല്ലാം കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഒന്നും കൂടി ഒന്ന് തൂത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി കുറച്ച് നേരം കിടക്കാമെന്ന് കരുതിയിട്ട് കയറുവാണേ. അപ്പോഴേക്കും 2 പേരും കൂടി ഇരുന്ന് ടി വി കാണുവാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴേക്കും ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചട്ടിപ്പത്തിരി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടായി ചായയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞ് രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പാത്രം എല്ലാം കഴുകി കഴിഞ്ഞപ്പോഴേക്കും വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടായിരുന്നു. അതും കുടിച്ചതേ കിടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോസ് ഇഷ്ടമാണ് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.